അള്ളന്നെയാണ് തരുന്നത് എന്ന കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. അതുറച്ച് വിശ്വസിച്ചാലേ മുഅ്മിനാകൂ. ആ അല്ലാഹുവിലേക്ക് തന്നെ കാര്യങ്ങൾ ചേർത്ത് പറയുക. ചിലപ്പോ അള്ളാന്റെയും റസൂലിന്റെയും തൗഫീഖ് കൊണ്ട് എന്ന് പറയലുണ്ട്. അങ്ങനെ പറയണ്ട. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മതി. അള്ളാന്റെയും റസൂലിന്റെയും തൗഫീഖ് കൊണ്ട് എന്ന് പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം കൊണ്ട് എന്ന് പറഞ്ഞോളൂ. തൗഫീഖ് കൊണ്ട് എന്ന് പറയുന്നത് നല്ലതല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഒരാൾ റസൂലുള്ളാഹിന്റെയും തൗഫീഖ് കൊണ്ടെന്ന് പറഞ്ഞാൽ അയാൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്നൊന്നും പറയാനും പാടില്ല. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞത് തൗഫീഖ് എന്നായിന്നേ ഉള്ളൂ. ഒരാളെ പറ്റി തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടത്. ഞാൻ ഇന്നലെ പ്രസംഗത്തിന്റെ ലാസ്റ്റ് പറഞ്ഞ അതായിരുന്നു, ആരെയും തെറ്റിദ്ധരിക്കരുത്. യാ അയ്യുഹല്ലദീന